ഹലോ, ഇന്ന് നമ്മൾ മതിക്കുന്ന് അമ്പലത്തിൽ പൂരാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ. തൊഴാനായിട്ടും പറ വയ്ക്കാനായിട്ടൊക്കെ ക്യൂ ആയിരുന്നു. അപ്പം ഞങ്ങൾ ചുറ്റും നടന്ന് എല്ലാവരും തൊഴുത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് സമയം കളഞ്ഞു കേട്ടോ. അപ്പോൾ വരി നിന്നില്ല. അപ്പോഴേക്കും നടയൊക്കെ തുറന്നു. അപ്പോഴേക്കും ആനപ്പൂരമൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ രണ്ടാനേനെ ആദ്യം ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കയറി തൊഴുത് ഇറങ്ങിയപ്പോൾ വീണ്ടും ഒരു ആനയും കൂടി എഴുന്നള്ളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. അപ്പോൾ പിന്നെ ഉത്സവ പറമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നേരം പോണ വഴി അറിയില്ലല്ലോ. അപ്പോൾ കുറേ നേരം അവിടെ അങ്ങനെ നിന്നു. അപ്പോൾ വീണ്ടും ഒരു ആനയും കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ അതും കൂടിയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ചുറ്റും ഒന്നും കൂടി വെറുതെ അതിലേക്ക് ഒന്ന് നടന്ന് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ നല്ലൊരു അമ്പലക്കുളമുണ്ട്. പടവുകളൊക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ആ കുളം കാണാൻ. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് ഇറങ്ങി നിന്നു. കുളത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൻ്റെ അവിടേക്ക് തന്നെ കയറിപ്പോയിട്ടാണ്. വീണ്ടും കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വളയൊക്കെ വിൽക്കണവരായിട്ടൊക്കെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അങ്ങനെ ഞങ്ങൾ അനിയൻ്റെ വീട്ടിലെത്തി. അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് പെണ്ണുങ്ങളിരുന്ന് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പൂരം കാണാനായിട്ട് അമ്പലത്തിലേക്ക് പോയിട്ടാണ്. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും പോയി. അപ്പോൾ അവിടെ നല്ല നല്ല പരിപാടികളായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉച്ച കഴിഞ്ഞത്തെ പരിപാടികൾ കാണുന്നത്. അപ്പോൾ കുറേ നേരം പോയി അവിടെ ഒരു ജാതി ഇങ്ങനത്തെ ഒരു കളി കണ്ടു കേട്ടോ. അത് കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക തരം ഒരു ഇത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് കാണുന്നത്. അപ്പോൾ കുറേ നേരം അവിടെ നിന്നത് ഇങ്ങനെ കണ്ടു. നല്ല ഭംഗിയില്ലേ കാണാൻ. അമ്പലത്തിൻ്റെ കവാടമൊക്കെ നല്ല രസമായിട്ടുണ്ട് അല്ലേ. എവിടെ നിന്നൊക്കെയാ ആൾക്കാർ വന്നേണല്ലേ പൂരം കാണാനായിട്ട്. രാത്രിയിലൊക്കെ ഇങ്ങനെ നിന്ന് 8 മണിക്ക് ആവാറായപ്പോഴാണ് കേട്ടോ തിരിച്ചു പോയത്. അത് കുറേ നേരം കണ്ടിട്ട് പോകാനും തോന്നുന്നില്ല കേട്ടോ. കുറേ നേരം അവിടെ നിന്ന് കണ്ടു. കണ്ടാ പല പല സ്റ്റെപ്പുകളാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ആനപ്പൂരം തുടങ്ങി. അപ്പോൾ ആനപ്പൂരം തുടങ്ങി ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം നിന്ന് ആനപ്പൂരമൊക്കെ കണ്ടു. അപ്പോൾ കച്ചവടക്കാരൊക്കെ അതിലിതിലൊക്കെ കുറേ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. എത്ര ആനകളാ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആനപ്പൂരം കാണാൻ. വെയിലൊന്നും ഇല്ലാത്ത കാരണം സുഖമായിട്ട് നിന്ന് കാണാം. അപ്പോൾ പിള്ളേരുകളൊക്കെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കണ്ടു ആനപ്പൂരവും പിള്ളേരുകളുടെ ഡാൻസും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.